ഇത് ഗംഗാബോണ്ടാണ്. ഗംഗാബോണ്ടത്തിന്റെ നല്ലിനം തെങ്ങ് തൈ. കാരണം ഇത് ഇവിടെ കായ്ച്ചത് നമ്മളെ ആർക്ക് വേണമെങ്കിലും യുവ കർഷക അവാർഡ് വാങ്ങിയ ഒരു കർഷകൻ നമ്മുടെ നാട്ടിലുണ്ട്. അദ്ദേഹത്തിനെ പോയി കണ്ടുകൊണ്ട് നമ്മൾക്ക് ആ പോയി കാണാൻ കഴിയും. നമ്മൾക്ക് ആ രീതിയിൽ അവിടെ പോയി വന്നിട്ട് അവിടെ വന്ന് വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം ആ രീതിയിൽ തന്നെ നമ്മൾക്ക് ഇതിനെ കൊണ്ടുപോകാൻ കഴിയും. ഇത് ഒക്കെ ഗംഗാബോണ്ടാണ്. ഇത് മലേഷ്യൻ ഗ്രീൻ ആണിത്. ചാവക്കാട് ഓറഞ്ച് ഡാർഫാണ് ആ കാണുന്നത്. കാരണം അത് ഓരോ തെങ്ങിന്റെ ഇനം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ ഗ്രീൻ എന്ന് പറയുന്നത് നല്ല ഗ്രീൻ തെങ്ങ് തന്നെയാണ്. മലേഷ്യൻ ഗ്രീൻ നല്ല ഗ്രീൻ തെങ്ങാണ്. അപ്പോ നമ്മൾ ഇതൊക്കെ എത്ര രൂപ കൊടുക്കുന്നത്? മലേഷ്യൻ ഗ്രീൻ ഞങ്ങൾ 200 രൂപയ്ക്കാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 200 രൂപയ്ക്ക്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള തൈകൾ തന്നെ അതൊക്കെ അല്ലേ? നല്ല വൃത്തിയുള്ള നല്ല തെങ്ങ് തൈയാണ്. മലേഷ്യൻ യെല്ലോ മലേഷ്യൻ യെല്ലോ ആണ്. നല്ല ആ തൈ കണ്ടാൽ തന്നെ മലേഷ്യൻ യെല്ലോ ആണ് എന്നുള്ള ആർക്കും സംശയം ഉണ്ടാവില്ല. കാരണം മലേഷ്യൻ യെല്ലോ എന്ന് ഉറപ്പിച്ച് കാണാവുന്ന അവസ്ഥ തന്നെയാണ് അതുള്ളത്. അതേ റേറ്റ് തന്നെ കൊടുക്കാം. അതേ റേറ്റ് തന്നെ കൊടുക്കാം. പിന്നെ DNDT ഞങ്ങളുടെ അടുത്ത് നന്നായിട്ട് ഉണ്ട്. നല്ല തെങ്ങാണ്. ചാവക്കാട് ഡാർഫ് ഓറഞ്ചിന്റെ WCT ആണ് സാധനം. 300 രൂപയ്ക്കാണ് ഞങ്ങൾ ഇതിന്റെ വിൽപ്പനയിലുള്ളത്. നല്ല തൈകളാണ് ഞങ്ങൾ കൊടുക്കാൻ കഴിയുന്നത്. നല്ല തെങ്ങിൻ തൈ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് കൃഷി ചെയ്ത കർഷകരെ നമ്മൾക്ക് ഒരുപാട് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയും. അത്തരം തോട്ടങ്ങൾ കണ്ടെത്തിക്കൊണ്ട് തന്നെ നമ്മൾക്ക് അവിടെ ഇത് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ തോട്ടം കണ്ടുകൊണ്ട് തന്നെ പോയി കൃഷി ചെയ്യാൻ കഴിയും. അതിനുള്ള അവസരമൊക്കെ ഞങ്ങൾക്ക് ഒരുക്കി കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഇത് ഗംഗോത്രി നല്ലയിനം തെങ്ങാട്ടോ. ഇതൊക്കെ ഇവിടെ കൃഷി ചെയ്ത ആളുകൾ ഇവിടെ തന്നെ കായ ഉണ്ടായത് കൊണ്ട് നമുക്ക് ഓരോ ആളുകൾക്കും കൃത്യമായിട്ട് പറയാൻ കഴിയും. ഇതൊരു സൊസൈറ്റിയാണ് ഇത് ഇറക്കി കൊടുക്കുന്നത്, ഞങ്ങൾക്ക് ഇവിടെ ഇറക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തത്തോട് കൂടി ഇത് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. നല്ല രീതിയിൽ ആദ്യ ഡാർഫ്. ഈ ഗംഗോത്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ തെങ്ങിൻ തൈകളൊക്കെ എത്ര സമയം എടുക്കും കായ വരണമെങ്കിൽ? അത് 3 വർഷം കൊണ്ട് കായ്ക്കുന്നുണ്ട്. 3 വർഷം കൊണ്ട് തന്നെ കായ്ച്ച തോട്ടങ്ങൾ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ട് തന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു അവസരം നമ്മുടെ മുന്നിലുണ്ട്. അത്തരം ഇത് നമ്മളെ കയ്യിൽ കൂടെ പല ആളുകളും വാങ്ങി വെച്ച് കായ ആയതുകൊണ്ട് കൊണ്ടുപോയ ആൾക്കാർ റിസൾട്ട് അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതൊക്കെ തന്നെ അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ കുറ്റിയാടി, അതിന്റെ മുകളിലൊക്കെ തന്നെ അതിന്റെ കവറിന്റെ മുകളിൽ അവരുടെ സൊസൈറ്റിന്റെ പേരുണ്ട്, എല്ലാം ഉണ്ട്. അതിൽ കൃത്യമായിട്ടും കുറ്റിയാടി ഞാൻ കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഇത് കുറ്റിയാടിയാണ്. ശരിക്കും നമുക്ക് ഇത് കുറ്റിയാടി എന്ന് പറഞ്ഞാൽ കുറ്റിയാടി തന്നെ കൊടുക്കാം അല്ലെ? കുറ്റിയാടി കൊടുക്കാം. കാരണം ഇതിലൊക്കെ കവറിമലൊക്കെ അങ്ങനെ തന്നെ പേര് വന്നിട്ടുണ്ടല്ലോ. കുറ്റിയാടിയാണത്. അതായത് KKD. അതൊക്കെ തന്നെ നല്ല നമുക്ക് നമ്മൾ കൊടുക്കുന്ന സാധനം കൃത്യമായിട്ടും ഉറപ്പുവരുത്തി കൊടുക്കാനും അത് കൃഷി ചെയ്ത ആളുകളെ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായം കൂടി ശേഖരിച്ച് കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ. ഇത് രാമഗംഗയാണ്. ഗംഗാബോണ്ടത്തിന് WCT പോളിനേഷനാണ്. ഇതിൻ്റെ തോട്ടത്തിൽ ഞാൻ പോയിട്ട് 2 വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മളെ യുവ കർഷക അവാർഡ് വാങ്ങിയ ഇല്യാസാക്കൻ്റെ പറമ്പിൽ തെങ്ങുണ്ട്. 2 വർഷം കൊണ്ട് ഇല്യാസാക്കൊക്കെ അത് കഴിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ആ പറമ്പിൽ പോയാൽ കാണാൻ കഴിയും. നന്നായിട്ട് നാളികേരമുള്ള തെങ്ങാട്ടോ. നന്നായിട്ട് നാളികേരുണ്ട്. ആ ഇല്യാസാക്കൻ്റെ പറമ്പിൽ പോയി കണ്ടാൽ ആർക്കും ഇതൊരു തൈ വാങ്ങിക്കൊണ്ടേ വെക്കാൻ തോന്നും. അതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ ഇല്യാസാക്കൻ്റെ പറമ്പിൽ ഇത്തരം തെങ്ങ് കായ്ച്ച് നിൽക്കുന്നത് ഉള്ളതുകൊണ്ട് തന്നെ ഇത് ധൈര്യമായിട്ട് കൊണ്ടുപോയി വെക്കാം. ഇത് ഞങ്ങൾ ഓങ്ക്രോണിൻ്റെ തൈകളാണ് വിൽപ്പന നടത്തുന്നത്. ഇത് നിലത്തുനിന്ന് തന്നെ കായ്ച്ച തോട്ടത്തിൽ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇത് 2000 തെങ്ങ് പ്ലാന്റ് ചെയ്ത തോട്ടത്തിൽ ഞാൻ പോയിട്ടുണ്ട്. നിലത്ത് തന്നെ കായ്ച്ച് നിൽക്കുന്ന ഒരു തോട്ടത്തിലാണ് ഞാൻ പോയത്. ഞാനത് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും പച്ചക്കറി തൈ വിതരണം ചെയ്യാറുണ്ട്. ഈ വർഷം ഇപ്പോൾ അടുത്ത മാസം ഞങ്ങളത് ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ വാരത്തിൽ തന്നെ അത് കൊടുക്കും. ഞങ്ങളൊരു 25,000 പച്ചക്കറിൻ്റെ തൈ എല്ലാ വർഷവും അടുക്കളത്തോട്ട പരിപാലന പദ്ധതി എന്നുള്ളൊരു പദ്ധതി വെച്ചുകൊണ്ട് കൊടുക്കാറുണ്ട്. അത് ഇപ്രാവശ്യം അതിനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവിധ സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കാണാം ഇതിൻ്റെ എല്ലാവിധ ചെടികളും ഒക്കെ. ഇതൊക്കെ പിന്നെ ഇൻഡോർ ചെടികളാണ്. പിന്നെ മറ്റെല്ലാ ചെടികളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. പുറത്ത് ഒരുവിധം ചെടികളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ചെടി ഇറക്കാൻ പോവുകയാണ്. അതോടുകൂടി എല്ലാവിധ ചെടികളും ഇതിൻ്റെ ഉള്ളിൽ എത്തും. ഇത് കുറ്റിക്കുരുമുളക്. ആർക്കെങ്കിലും വീട്ടുമുറ്റത്ത് ഇതുപോലൊരു ചട്ടിയിലൊക്കെ മുളക് സെറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ വളരെ നന്നായിട്ട് ചെയ്യാം. ഇത് ഏത് കാലത്തും മുളകുണ്ടാവും. ഇതിപ്പോൾ മുളകാണ്. ഇത് പുതിയ തിരികളതാ വരുന്ന നല്ല രീതിയിൽ ഇതൊക്കെ തന്നെ കായകൾ, മൂത്ത കായുണ്ട്, ഇപ്പം ഉണ്ടാവുന്നുണ്ട്. പുതിയ തിരികൾ ഇത് വരും. ഏത് സമയത്തും കുരുമുളക് പറിക്കാൻ കഴിയും. ഇത് പഴുത്ത കുരുമുളക് ഇവിടെ ഇപ്പുറത്തുണ്ട്. അങ്ങനെയുള്ള എല്ലാ ഇതിലുണ്ട് കേട്ടോ. ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. കുറ്റിക്കുരുമുളകിൻ്റെ തൈകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പതി വെച്ച് കണ്ട് എല്ലാവിധ തൈകളും ഉണ്ടാക്കുന്നുണ്ട്.
ഇതിൽ ഗിരിമുണ്ട, പഞ്ചമി, പൗർണമി, ശക്തി, പന്നിയൂരിൻ്റെ 1 മുതൽ 10 വരെയുള്ള ഐറ്റം തുടങ്ങിയിട്ടുള്ള വള്ളികളൊക്കെ ഉണ്ട്. ഞങ്ങൾ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് തൈകൾ എടുത്തിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ നന്നായിട്ട് ഇപ്രാവശ്യം തൈ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ചന്ദ്ര എന്ന് പറയുന്ന പുതിയ വെറൈറ്റിൻ്റെ ഒരു ലൈസൻസിന് വേണ്ടി ഇപ്പം ഞങ്ങൾ പൈസ അടച്ചിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങൾ അതോടുകൂടി തന്നെ ഞങ്ങൾ അതിൻ്റെ വിൽപ്പന തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ ഇതേ രീതിയിൽ തന്നെ തൈ ഉണ്ടാക്കി വിൽപ്പന തുടങ്ങാൻ കഴിയുമെന്ന് ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇത് ഡ്രാഗനാണ്. 100 രൂപയ്ക്കാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വലിയ തൈയാണ്. ഇതാ കണ്ടില്ലേ, ഇത് വലുതാക്കി എടുത്തതാണ്. കൊണ്ടുപോയി കണ്ട് നിങ്ങൾ കൃഷി ചെയ്താൽ കൃത്യമായിട്ടും ഇത് ചെയ്യാൻ കഴിയും. വലിയ തൈകളാണ് കേട്ടോ. ഡ്രാഗനിൽ വ്യത്യസ്തമായിട്ട് കളറില്ലേ? ഇത് നല്ല ചുവപ്പുള്ള ഇതാണ്. നല്ല റെഡാ. നല്ല റെഡാ. ഇതല്ലേ? നല്ല റെഡാ.